إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الحج 19-22 വചനങ്ങളുടെ വ്യാഖ്യാനം ഹദാനി ഖസ്മാൻ ഖതസമു ഫീ റബ്ബിഹിം അവരുടെ റബ്ബിന്റെ കാര്യത്തിൽ തർക്കവിതർക്കങ്ങൾ നടത്തിയ രണ്ട് കക്ഷികൾ എന്ന് പറഞ്ഞാൽ അത് വേദക്കാരും അതുപോലെ മുസ്ലിമീങ്ങളുമാണെന്നാണ് മുഫ്സിരീങ്ങൾ വിശദീകരിച്ച് കാണുന്നത്. അല്ലാഹു അലം. വല്ലദീന കഫറു അപ്പോൾ അവിശ്വാസികളായ ആൾക്കാർ, അവിശ്വാസം സ്വീകരിച്ചവർ, അവർക്ക് മുറിച്ചു നൽകപ്പെടും. നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ മുറിച്ചു നൽകപ്പെടും. നമുക്കറിയില്ല എന്താണെന്ന്. അതികഠിനമായ ഒരു ശിക്ഷ അവർക്ക് ലഭിക്കുമെന്ന് മാത്രം നമുക്കറിയാം. ഖുർആനിൽ കൂടി അല്ലാഹു തആല ഏത് രൂപത്തിൽ വിശദീകരിച്ചതോ അത് അതുപോലെ വിശ്വസിക്കൽ നമ്മുടെ നിർബന്ധ കടമയാകുന്നു. അങ്ങനെ നരകത്തിലുള്ള ഒരു വസ്ത്രം അവർക്ക് മുറിച്ചു നൽകപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം അവരുടെ തലകൾക്കുമേതെ അവരുടെ തലകൾക്ക് മീതെ കൂടി ചുട്ടുതിളക്കുന്ന വെള്ളം അവർക്ക് ഒഴിച്ചു ചൊരിയപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ചുട്ടുതിളക്കുന്ന വെള്ളം അവിടെ തലക്ക് മീതെ ചൊരിയപ്പെടും ആ നരകത്തിൽ വെച്ച്. അങ്ങനെ അതികഠിനമായ ശിക്ഷയ്ക്ക് അവർ പത്രീഭൂതരാകും. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യുസ്ഹറു ബിഹി അതുകൊണ്ട് ഒരുക്കപ്പെടുന്നതാണ് മാ ഫീ ബുതൂനിഹിം അവരുടെ വാറുകൾക്കുള്ളതും അതുപോലെ വൽ ജുലൂദ് അവരുടെ തൊലികളും ഒരുക്കപ്പെടുന്നതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വേറൊരു ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. അതായത് ഈ സക്കൂം വൃക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ അത് തിളച്ചു പൊന്തുന്ന ഒരു തിളച്ചു മറിയുന്ന ലോഹങ്ങൾ പോലെ അവിടെ വാറുകൾ കിടന്നുകൊണ്ട് തിളച്ചു മറിയുമെന്നൊക്കെ വിശദീകരിച്ചു കാണുന്നു. അല്ലാഹുവാണ് അതിന്റെ യഥാർത്ഥ രൂപം അറിയുന്നവൻ. നമുക്കറിയില്ല. ഈ രൂപത്തിൽ അതികഠിനമായ ശിക്ഷയാണ് ഈ കുഫാറുകൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നത്. അതെങ്ങാനും അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ഒരു നല്ലൊരു സതുപദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാതെ ഭയപ്പെടുത്തൽ മാത്രമല്ല, ഇതിന്റെ അകത്ത് കൃത്യമായ ഒരു സതുപദേശവും അല്ലാഹുവിന്റെ കാരുണ്യവും ഇതിന്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ഒരു കൃത്യമായ ഈ ശിക്ഷയുടെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും രാജിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മടങ്ങേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു സതുപദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.